ഇന്ന് വൈകിട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ ചെയ്തപ്പോൾ കടലപ്പായസം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ വീഡിയോ ഒക്കെ പിടിച്ച് വെച്ച് വൈഫ് സെറ്റാക്കി വെച്ചിരുന്നു നമുക്ക് യൂട്യൂബിനകത്ത് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് കടലപ്പായസം ഉണ്ടാക്കുന്ന വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, നിങ്ങളേത് രീതിയിലാണ് ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കുറച്ച് നെയ്യ്, പിന്നെ നമ്മളെന്താണ് വൈഫ് ശർക്കരപ്പാണി തിളപ്പിച്ച് ശർക്കരപ്പാണിയൊക്കെ ഒഴിച്ചു. പിന്നെ അതിനകത്തോട്ട് വേവിച്ച് വെച്ചിരുന്ന കടല, കുക്കറിൽ അടിച്ച് വെച്ചിരുന്ന കടല ഇട്ട്. നമുക്ക് ഞാനെന്താ പായസം കുടിക്കുന്ന കാര്യത്തിൽ മുന്നോട്ടായിട്ടുള്ളതാണ്. അതുകൊണ്ട് നല്ല ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇത് ഏതാണ്ട് 80% ഞാൻ തന്നെയാണ് കുടിച്ച് തീർക്കാറും ഉള്ളത്. അതൊക്കെ നല്ലപോലെ അങ്ങോട്ട് തിളച്ച് പായസമൊക്കെ തിളച്ച് വന്നപ്പോഴത്തെ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു. മൂന്നാമത്തെ പാലാണ് തേങ്ങാപ്പാൽ. മൂന്നാമത്തെ തേങ്ങാപ്പാൽ ഒഴിച്ചു. അതൊഴിച്ച് കുറച്ച് ഇളക്കി വെന്തോടിക്കൊക്കെ നമ്മൾ ചവ്വരി ചൂടാക്കി വേവിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ ചവ്വരി അതിനകത്തിട്ട് കൊടുത്തു. അത് കുറച്ച് വെന്ത് കട്ടിയായി വന്നപ്പോഴത്തേക്ക് നമ്മളുടെ രണ്ടാം പാൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് കുറച്ച് നമ്മൾ പഞ്ചാര പിടിച്ച് വെച്ചിട്ടുണ്ടാകും, ഷുഗർ മധുരത്തിന് വേണ്ടിയിട്ട്. അതും കുറച്ച് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ, നമ്മളെ തേങ്ങാക്കൊത്തിന് അത് വറുക്കണം. വറുത്തതിന് ശേഷം നമുക്ക് അതിനകത്തിട്ട് കൊടുക്കണം. നമ്മൾ നെയ്യിലാണ് വറുക്കുന്നത്. അങ്ങനെ നെയ്യ് ചൂടാക്കി നെയ്യിനകത്ത് എന്തായാലും തേങ്ങ ആദ്യം ഇട്ട് കൊടുത്ത്. തേങ്ങയാണ് എല്ലാവരും ആദ്യം ഇടാറ്. അത് മൂപ്പ് കൂടുതലുള്ളതുകൊണ്ടാണ് തേങ്ങ ഇടുന്നത്. അങ്ങനെ തേങ്ങ അങ്ങോട്ട് മൂപ്പിക്കാൻ ഇട്ടിട്ടുണ്ട്. തേങ്ങ മൂത്തതിന് ശേഷം അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും കൂടെ. അണ്ടിപ്പരിപ്പ് ഏതാണ്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിനകത്ത് മുന്തിരിങ്ങയും ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, മുന്തിരിങ്ങയ്ക്ക് മൂപ്പ് കുറവല്ല, അതുകൊണ്ട്. ഇതിപ്പോൾ നമ്മളുടെ തേങ്ങയുടെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തു. കുറച്ച് കട്ടിയായി വന്നപ്പോഴത്തേക്ക് നമ്മൾ അവസാനം ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ മൂപ്പിച്ച് വെച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുത്തു. ഓക്കെ, നമുക്ക് ഇളക്കിയിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം. നമുക്ക് കണ്ടറിയാം, നല്ല ഒരുപാട് കട്ടിയായില്ല, ഒരുപാട് ലൂസും ആകാത്ത രീതിയിലായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ടേസ്റ്റ് നോക്കാൻ വേണ്ടി നമ്മൾ ബൗളിലോട്ട് മാറ്റുവാണ്. അങ്ങനെ ബൗളിലോട്ട് അങ്ങോട്ട് ഒഴിക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ ശേഷം വേണ്ട നമ്മൾ കടലപ്പായസം അങ്ങോട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഇലയിലൊക്കെ ഇട്ടിട്ട് എന്നാലും ഞങ്ങളങ്ങോട്ട് 3 പേരും കൂടെ ഒരുമിച്ചിട്ട് പായസം കുടിക്കാൻ പോവാണ്. നമുക്ക് ഇളയാൾക്ക് അത്ര ഇഷ്ടപ്പെടില്ല. ഇളയാൾ പായസം കുടിക്കാൻ പിന്നോട്ടാണ്. ഞാനും മൂത്ത മോനും കൂടെ അങ്ങോട്ട് പായസം കുടിച്ചു. നല്ല അടിപൊളി സൂപ്പറായിട്ടുണ്ട്. നമുക്ക് പ്രവാസ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ചില നിമിഷങ്ങൾ മാത്രമാണ് ഉള്ളത്. അവനും പായസത്തിൻ്റെ കാര്യത്തിൽ വളരെ മുന്നോട്ടാണ്. അരിപ്പായസമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത്. കടലപ്പായസത്തിലാവാൻ കുറച്ച് പിന്നോട്ടാണ്.